ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ട നിധികളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്ന് നമുക്ക് ആ കഥയുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഏറ്റവും വിലപിടിപ്പുള്ള നിധി ഏതാ? എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നേ? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒന്നല്ല അത്. അത് കോഹിനൂർ രത്നമോ സ്വർണമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഋഷിമാർ നേടിയെടുത്ത അറിവാണാ നിധി. ഈ അറിവ് ലോകത്തിലെ തന്നെ വലിയ വലിയ ശാസ്ത്രജ്ഞരെ വരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നതാണ് സത്യം. ലോകത്തിലെ പ്രമുഖരായ പല ശാസ്ത്രജ്ഞരും, പ്രത്യേകിച്ച് ഭൗതികശാസ്ത്രജ്ഞർ, സംസ്കൃതം പഠിച്ചിരുന്നു. അതൊരു വെറും കൗതുകം മാത്രമായിരുന്നോ? അതോ അതിനു പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സത്യത്തിൽ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. ഒരു പ്രധാന ഉദാഹരണം നോക്കാം. ക്വാണ്ടം മെക്കാനിക്സിലെ അതികായനായ എർവിൻ ഷ്രോഡിംഗർ. ഷ്രോഡിംഗറെ ആഴത്തിൽ സ്വാധീനിച്ചത് ഉപനിഷത്തുകളിലെ വേദാന്ത തത്വചിന്തയായിരുന്നു. വേദാന്തത്തിലെ ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഷ്രോഡിഞ്ചർ ഇക്വേഷന് പോലും പ്രചോദനമായത്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് വരാം. അണുബോംബിന്റെ പിതാവ് ജെ. റോബർട്ട് ഓപ്പൺഹൈമർ. അണുബോംബിന്റെ വിനാശകരമായ ശക്തിക്ക് അദ്ദേഹം ആദ്യമായി സാക്ഷിയായപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് ഭഗവത്ഗീതയിലെ ആ വരികളായിരുന്നു. നമ്മുടെ പൗരാണിക ജ്ഞാനം എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ബൗദ്ധിക പൈതൃകത്തിന് അളക്കാനാവാത്ത ഒരു മൂല്യമുണ്ടെന്നാണ്. അപ്പോ ശരിക്കും നമ്മൾ നമ്മുടെ പൈതൃകത്തിന്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്.